ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതുമായ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. നമുക്ക് സാധാരണ 9 മണി ടൈമിൽ ഒരു OTT അപ്ഡേറ്റ് വീഡിയോസ് ഉണ്ടാകാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മൈൻക്രാഫ്റ്റ് മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ പിന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ 20-ാം തീയതി, മെയ് മാസം 20-ാം തീയതി ഈ ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ഇംഗ്ലീഷ് മൂവി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ള ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വോൾഫ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലും ഓൾറെഡി റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ പൊളിറ്റിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോമഡി മൂവിയാണ്, തമിഴ് മൂവിയാണ്. കുഴന്തകൾ മുന്നേറ്റ കഴകം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലായിട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആഹാ തമിഴിലും ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ അഞ്ജലി പ്രധാന വേഷം കൈകാര്യം ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയായിരുന്നു ഗീതാഞ്ജലി മല്ലി വച്ചിണ്ടി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ മലയാളം ഡബ്ഡ് വേഷം ഇപ്പോൾ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു തെലുങ്ക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അർജുൻ സൺ ഓഫ് വൈജയന്തി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിജയശാന്തിയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. വിജയശാന്തിയുടെ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. പക്ഷേ തിയേറ്ററിൽ ഈ ഒരു സിനിമ പരാജയമാണ്. അപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ ദിലീപേട്ടനും ധ്യാൻ ശ്രീനിവാസനൊക്കെ പ്രധാന വേഷം കൈകാര്യം ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സാഹസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. ഒരു ഇമോഷണൽ ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഓവർസീസിൽ ഹിന്ദിക്ക് പുറത്തായിട്ട് സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമാണ്. അടുത്ത മാസം, അതായത് ജൂൺ റിലീസായിട്ട് OTT റിലീസായിട്ട് ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ ഈ സിനിമ കാണാൻ പോകുന്നുണ്ട്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ടൗണിൽ പോകാനുണ്ട്. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സൈജു കുറുപ്പ്, അർജു അശോക് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അഭിലാഷ് എന്ന് പറഞ്ഞ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് ഈ 3 OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം 23-ാം തീയതി ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ശശികുമാർ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നിറഞ്ഞ സാഹസിൽ നല്ലൊരു വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം 31-ാം തീയതി ഈ ഒരു സിനിമ മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു സിനിമ എൻഡൂസാൻ OTT പ്ലാറ്റ്ഫോമിൽ ലോ ക്വാളിറ്റി പ്രിന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.